പുനീത് രാജ്കുമാറിൻ്റെയും ശിവണ്ണയുടെയും നെഫ്യൂ ആയിട്ടുള്ള യുവരാജ് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് യുവ. പുള്ളിനെ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിമാണിത്. എന്തായാലും എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന സിനിമ എനിക്ക് വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. കാരണം ആ രീതിയിൽ മാസ് രീതിയിൽ തന്നെയാണ് പുള്ളിനെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഡയറക്ടറായിട്ടുള്ള സന്തോഷ് ആനന്ദ്രം സാധിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഇതിനു മുമ്പ് പുനീത് രാജ്കുമാറിൻ്റെ 2-3 സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. യുവരത്ന, രാജ്കുമാര, കുറേ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല കിട്ടുന്ന സിനിമകളാണ്. എന്തായാലും പുള്ളിയുടെ ഫസ്റ്റ് സിനിമയും അടിപൊളിയായിട്ടുണ്ട്. കഥയും നോക്കിയിട്ട് ഒരുത്തം പോലും കാണാൻ നിൽക്കണ്ട, മാസം ഇഷ്ടപ്പെടുന്നതിന് മാത്രം കണ്ടാൽ മതി. കാരണം പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ്. അപ്പോൾ എന്തായാലും മാസ രീതി കാണിച്ചാൽ മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഷ്ടപ്പെടുന്നതിന് മാത്രം കണ്ടാൽ മതി. ഇത് കഥ വരുന്നത് ലോക്കലായിട്ടുള്ള കോളേജിലെ ടീംസും ഹോസ്റ്റൽ ടീംസും തമ്മിൽ പൊരിഞ്ഞാട്ടിയ ഗ്യാങ് വാറ. തുടക്കം കുറിക്കുന്നത് യുവയാണ്. അങ്ങനെ ഇവർ തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെയാണ് ഒരു പകുതി ഭാഗത്തോളം വരുന്നത്. ബാക്കി ഇവർ കോളേജ് പഠിച്ചതിന് ശേഷം യുവാവിൻ്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് സോൾവ് ചെയ്യാൻ നോക്കുന്നതൊക്കെയാണ് അതിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങളായിട്ട് സ്റ്റോറി ആയിട്ട് വരുന്നത്. ഇതിനെ കോളേജ് ഭാഗം കാണിക്കുന്നത് മൊത്തം തന്നെ ഫുള്ള് മാസ് സീൻസാണ്. ഇപ്പോൾ യുവയ്ക്ക് കൊടുത്ത ഇൻട്രോ സീനാണെങ്കിലും അതിനുശേഷം വരുന്ന ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ്. അടിപൊളി ഫൈറ്റുകളാണ് എല്ലാം തന്നെ. കുറേ ഫൈറ്റുകളുണ്ട് ഈ കോളേജിൻ്റെ സമയത്ത്. അതിനുശേഷം അതിനകത്ത് ഇവരുടെ ഇൻട്രോയ്ക്ക് ശേഷം വരുന്നൊരു പാട്ടുണ്ട്. പാട്ടിൻ്റെ ഇതല്ല, പക്ഷേ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇവൻ്റെ ഓരോ ഫൈറ്റിനും ഓരോന്നും കൊടുക്കുന്ന ബീജം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒക്കെ വേറെ വേറെ ബീജമായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടി. വലിയ അഭിനയം നോക്കൊന്നും വേണ്ട, കാരണം ഫസ്റ്റ് തന്നെ ഒരു എന്താ പറയുക ഫുൾ കലിപ്പനായിട്ടുള്ള റോളാണ് ഫുള്ള്. അപ്പോൾ പിന്നെ കലിപ്പൻ എന്തായാലും റൊമാൻസ് ആണെങ്കിലും ഇമോഷണൽ സീൻസ് ആണെങ്കിലും എങ്ങനെയായിരിക്കും നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും മുഖം. അതേപോലെ തന്നെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഫസ്റ്റ് സിനിമയാണല്ലോ, പക്ഷെ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ സീൻസ് ഫൈറ്റും സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല റഫ് ലുക്കും ഷോഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡയലോഗ് ഡെലിവറിയൊക്കെ ചില സമയത്തൊക്കെ ഒരു പാളിച്ച പോലെ തോന്നിയായിരുന്നു. പക്ഷേ ചെക്കൻ കൊള്ളാം. അവനെന്തായാലും നല്ലൊരു ഭാവി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാസ സിനിമകളിൽ തന്നെയായിരിക്കും ഭാവി എന്തായാലും. അല്ലാതെ ബാക്കി വേറെ റൊമാൻസോ അല്ല വേറെ എന്തെങ്കിലും ഇമോഷണൽ ടൈപ്പ് ഇതിന് ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. പിന്നെ ഇതിൽ നായികയായിട്ടുള്ളത് സപ്തമി ഗൗതയാണ്. പുള്ളിക്കാട്ട് വലിയ തിരക്കേട്ടില്ലായിരുന്നു, പക്ഷെ വലിയ സംഭവം ഇല്ലായിരുന്നു. കുറച്ച് സീൻസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വന്നും പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ അച്ഛനായിട്ടുള്ളൊരു സംഭവമുണ്ട്. കാരണം അച്ഛനായിട്ട് ഇവൻ തെറ്റിയിരിക്കുന്ന ഇതാണ്. അപ്പം അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അച്യുത് കുമാറാണ്. പുള്ളി നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല നാച്ചുറലായിട്ട് നല്ല രീതിയിൽ ഈ ഫാദർ സൺ ആ ഒരു കണക്ഷൻ, ഇമോഷണൽ സീൻസൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ കോളേജ് ലൈഫ് വരുന്നത് മൊത്തം തന്നെ ഇവൻ ഈ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും മാസ് സീൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവൻ ചെയ്യുന്ന കുറേ കഷ്ടപ്പാടുകളും കാര്യങ്ങളും റിയാലിറ്റിയും സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 2-3 ഫൈറ്റ് എന്താ വേണ്ടുള്ളൂ, അതും നല്ല അടിപൊളിയായിട്ട് സംഭവമായിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു എൻഡിങ്ങോടെയാണ് സിനിമ തീർത്തേക്കണത്. എന്തായാലും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ്. താങ്ക് യു.